കേരളത്തിലെ ഖജനാവിൽ LDF ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ 6000 കോടി രൂപ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഇപ്പോൾ ധനകാര്യത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്കാർക്കും തർക്കമില്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരുന്നില്ല എന്ന ആക്ഷേപം പറയുന്നത് പോലെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും പറയാനുള്ളത് കേരളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല എന്നാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് LDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവെക്കുന്ന UDF ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് LDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രതിഷേധ ധർണ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന നയമാണ് സർക്കാരും നഗരഭരണസമിതിയും സ്വീകരിക്കുന്നതെന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 30-ാം തീയതി ഇന്നുമായി കേരളത്തിലുടനീളം LDFന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം കേരള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ഗ്രാന്റ് ഈ കഴിഞ്ഞ ബജറ്റിൽ കേരള ഗവൺമെന്റിന്റെ ബജറ്റ് വന്നതിന് ശേഷം ആ ബജറ്റിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളിലും പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇത് തുടരാൻ അനുവദിച്ചാൽ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന് കടുത്ത വിലങ്ങായി അത് മാറും എന്ന് ഞങ്ങൾ പറയുകയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ലെന്ന പരാതി സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അർഹമായ വിഹിതം നൽകുന്നില്ലെന്ന പരാതിയാണ് പഞ്ചായത്തുകളും നഗരസഭകളും ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 2000 കോടി രൂപയുടെ കുറവാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്നതെന്നും ഫണ്ട് നൽകുന്നത് കേന്ദ്രമോ സംസ്ഥാനമോ എന്നതല്ല, ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസനാവകാശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്രയും മോശാവസ്ഥയിലാണ് കേരളത്തെ വലിച്ച് മുടിച്ച് LDF ഗവൺമെന്റ് പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ഖജനാവിൽ LDF ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ 6000 കോടി രൂപ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഇപ്പോൾ ധനകാര്യത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്കാർക്കും തർക്കമില്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. 6000 കോടി രൂപ ബാക്കി വെച്ചാണ് LDF ഗവൺമെന്റ് ഇറങ്ങിപ്പോയത്. അപ്പൊ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കൊടുക്കാത്തത് എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പില്ല. നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, അത് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റാണിത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. അവർക്ക് ഫണ്ട് അനുവദിക്കുക എന്നത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരുന്നില്ല എന്ന ആക്ഷേപം പറയുന്നത് പോലെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും പറയാനുള്ളത് കേരളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല എന്നാണ്. നമ്മുടെ UDF ഭരിക്കുന്ന പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അത് പറയാത്തത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാവും. പക്ഷെ ഭരണത്തിലേറി എത്ര നാൾ നിങ്ങൾക്ക് മുൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിരിക്കാനാവും? എത്ര നാൾ നിങ്ങൾക്ക് മുൻ മുനിസിപ്പാലിറ്റിയെ കുറ്റം പറഞ്ഞിരിക്കാനാവും? കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരില്ലേ? ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ സത്യം പുറത്തു വരില്ലേ? സത്യം ഇതല്ലേ? സംസ്ഥാന ഗവൺമെന്റ് 3000 കോടിയോളം രൂപ നൽകാതിരുന്നതിന്റെ പ്രതിസന്ധിയല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ? അത് ഞങ്ങൾ ഭരിക്കുന്ന സ്ഥാപനമായാലും UDF ഭരിക്കുന്ന സ്ഥാപനമായാലും ആര് ഭരിക്കുന്ന സ്ഥാപനമായാലും കേരളത്തിൽ ഫേസ് ചെയ്യുന്നത് അത് ഒരു പൊതു പ്രശ്നമല്ലേ? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് LDFിലോ UDFിലോ ഉള്ള മുൻ ജനപ്രതിനിധികളാകെ
കേരളത്തെ കുതിപ്പിലേക്ക് നയിച്ച ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കൂട്ടുനിൽക്കരുത്. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച മുൻ ജനപ്രതിനിധികളാകെ ചേർന്ന് ഇതിനൊരു വലിയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കണം. ഈ അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുന്ന നിലപാടിനെതിരെ കേരളത്തിന്റെ നേട്ടങ്ങളെ നിലനിർത്താൻ വേണ്ടി നാം രംഗത്ത് വന്നില്ലെങ്കിൽ ഇനിയുള്ള കാലത്തിന്റെ കേരളത്തിന്റെ വളർച്ച വിപരീത ദിശയിലൂടെ ആയിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. മുൻ നഗരസഭാ ചെയർമാൻ പി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NCP സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ പാലൂർ, മുൻ ചെയർമാൻമാരായ KT പ്രേമലത, C ദിവാകരൻ, K സുധാകുമാരി, നിഷി അനിൽ രാജ്, CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, LDF കൺവീനർ MM മുസ്തഫ, V രാഹുൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞാണോ ഇപ്പൊ നടക്കുന്നതൊക്കെ? പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉച്ചിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ അവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദൂരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.